മലപ്പുറം ജില്ലയിലെ ആരോഗ്യവകുപ്പിന്റെ വാഹനങ്ങളിൽ പകുതിയും കാലപ്പഴക്കം ചെന്നത് 74 വാഹനങ്ങളിൽ പകുതിയും 25 വർഷത്തിനു മുകളിൽ പഴക്കം ചെന്ന വാഹനങ്ങളാണെന്ന് കണ്ടെത്തി. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ വാഹനം പോലും 15 വർഷം കഴിഞ്ഞതാണ്. ആരോഗ്യവകുപ്പിന് കീഴിലെ ആശുപത്രികളിലും ആരോഗ്യ കേന്ദ്രങ്ങളിലും സർവീസ് നടത്തുന്ന വാഹനങ്ങളുടെ കണക്കെടുക്കാൻ RTO ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കത്ത് നൽകിയിരുന്നു. മറുപടിയായി DMO നൽകിയ പട്ടികയിലാണ് വാഹനങ്ങളുടെ കാലപ്പഴക്കം വ്യക്തമാക്കുന്നത്. വാഹനങ്ങളുടെ മോഡൽ, കാലപ്പഴക്കം, ഓടുന്നതാണോ അല്ലയോ എന്നീ കാര്യങ്ങളാണ് RTO അന്വേഷിച്ചത്. DMO ആകെ നൽകിയത് 73 വാഹനങ്ങളുടെ പട്ടിക. അതിൽ തന്നെ നിരത്തിലിറങ്ങാൻ പോലും പറ്റാത്ത വിധം കാലപ്പഴക്കം ചെന്നത് 31 വാഹനങ്ങളാണ്. മലപ്പുറം ആശുപത്രി, പൊന്നാനി മാതൃശിശു കേന്ദ്രം, പെരുമണ്ണ ക്ലാരി പുഴക്കാട്ടിരി പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ, നിലമ്പൂർ ജില്ലാ ആശുപത്രി, വഴിക്കടവ് കുടുംബാരോഗ്യ കേന്ദ്രം, പൊന്നാനി താലൂക്ക് ആശുപത്രി, തിരുനാവായ വളാഞ്ചേരി പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം പഴക്കം ചെന്ന വാഹനങ്ങളാണ് ഉപയോഗിക്കുന്നത്. കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ രോഗികളെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ആംബുലൻസിന് 39 വർഷം പഴക്കമുണ്ടെന്നാണ് റിപ്പോർട്ട്. പല വാഹനങ്ങളും യഥാസമയം അറ്റകുറ്റപ്പണി പോലും നടത്തുന്നില്ല. മലപ്പുറം ജില്ലയിൽ ആരോഗ്യവകുപ്പിന് സ്വന്തമായി വർക്ക്ഷോപ്പും സ്ഥിരമായി 5 ജീവനക്കാരും ഉണ്ടായിട്ടും ഇതാണ് സ്ഥിതി. പല വാഹനങ്ങളും പല സമയങ്ങളിലും വഴിയിൽ കുടുങ്ങിയിട്ടുമുണ്ട്. ഉണ്ണിയാൽ തേവർ കടപ്പുറത്തെ ജീപ്പാണ് ജില്ലയിലെ ഏറ്റവും പഴക്കം ചെന്ന ആരോഗ്യവകുപ്പ് വാഹനം. വാഹനങ്ങളുടെ കണക്ക് ആവശ്യപ്പെട്ട് RTO നേരത്തെ DMOയ്ക്ക് കത്ത് നൽകിയതായി കേരള വിഷൻ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയെന്നോണമാണ് കണക്കുകൾ കേരള വിഷൻ പുറത്തുവിടുന്നത്. കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിലെ ആംബുലൻസിനെ കുറിച്ച് നേരത്തെ കേരള വിഷൻ വാർത്ത നൽകിയിരുന്നു. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.